ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലമായ മായാപൂരിലേക്ക് ലോകത്തിലെ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ എത്താറുണ്ട്. അങ്ങനെ നവദ്വീപിൻ്റെ പുണ്യഭൂമിയിലെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. നവദ്വീപ് ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ കരുണാധാമമാണ്. വൃന്ദാവനം കൃഷ്ണൻ്റെ ആസ്വാദന ഭൂമി. മാധുര്യ ലീലകളാണ് അവിടെ മുഴുവൻ. എന്നാൽ നവദ്വീപം മഹാപ്രഭുവിൻ്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഔദാര്യ ലീലകളാടിയിട്ടുള്ള കരുണയുടെ ഭൂമിയാണ്. ഇവിടെ എത്തിയാൽ ആദ്യം എല്ലാവരും പോകുന്നത് ശ്രീ മായാപൂർ ചന്ദ്രോദയ മന്ദിറിലേക്കാണ്. അവിടെയാണ് രാധാ മാധവനും അഷ്ടസഖികളെയും എല്ലാം നമുക്ക് കാണാം. ഇവിടെ നമുക്ക് നരസിംഹ ഭഗവാനെയും കാണാം. ഉഗ്ര നരസിംഹമൂർത്തിയായിട്ടാണ് ഇവിടെ വാഴുന്നത്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗര ഭക്തവൃന്ദ. അങ്ങനെയുള്ള പഞ്ചതത്വത്തിനെ നമുക്കിവിടെ അതിഗംഭീരമായിട്ട് കാണാം. ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റേറിയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാധാകൃഷ്ണ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇസ്കോൺ മായാപൂർ കാമ്പസിനുള്ളിൽ 13.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു TOVP. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ അത് ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നതായിരിക്കും. കൃഷ്ണപ്രേമം എല്ലാവർക്കും നൽകുവാൻ സങ്കീർത്തന യജ്ഞ പ്രചരണവുമായി പതിതാത്മാക്കളെ രക്ഷിക്കാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവതരിച്ച സ്ഥലം. ബംഗാളിലെ ഗംഗാ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നവദ്വീപിൽ ജഗന്നാഥ മിശ്രയുടെയും സജി ദേവിയുടെയും പുത്രനായിട്ട് പുരുഷോത്തമനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് 1407 ക്രിസ്തുവർഷം 1486 ഫെബ്രുവരി 18 ഫാൽഗുണ മാസത്തിൽ പൗർണമി നാളിൽ മായാപൂരിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. ഭാഗവതവും പുരാണവും മറ്റും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ഒരു ഭക്തൻ്റെ വേഷമണിഞ്ഞ് രാധാറാണിയുടെ ഭാവത്തിൽ ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാൻ നാമസങ്കീർത്തനവുമായി അവതരിച്ചിരിക്കുന്നു. ഈ രഹസ്യ തത്വങ്ങൾ ഉന്നത ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഉയർന്ന ഭക്തന്മാർ ആദ്യം സന്ദർശിക്കുന്ന സ്ഥലവും ഈ ധാമമാണ്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നവദ്വീപിലെ 9 ദ്വീപുകളും നവവിധ ഭക്തിയെ പ്രതിനിധീകരിക്കുന്നു. ഗൗഡീയ വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം നവദ്വീപ് ധാമം ശ്രീമതി രാധാറാണി തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ ജപം ചെയ്താൽ വൃന്ദാവനത്തേക്കാൾ പോലും വേഗത്തിൽ കൃപ ലഭിക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത്. ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന നവദ്വീപ് അക്കാലത്ത് പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു. അവിടെ വൈഷ്ണവ സമൂഹത്തിൻ്റെ നേതാവായിരുന്നു ശ്രീ അദ്വൈതാചാര്യർ. സദ്ഗുണങ്ങൾ നശിച്ച കലിയുഗത്തിൽ ഭഗവാന്റെ വരവിനായി അദ്വൈതാചാര്യർ പ്രാർത്ഥിച്ചു. ഭക്തൻ വിളിച്ചപ്പോൾ ഭഗവാൻ വന്നു. അത്രയും പ്രാധാന്യം ഈ അവതാരത്തിന് ഉണ്ട്. സജി മാതാവിന് മുൻപുണ്ടായിരുന്ന സന്താനങ്ങളിൽ പലരും അകാലത്തിൽ മൃതി അടഞ്ഞവരായിരുന്നു. ആര്യവേപ്പിൻ്റെ ചുവട്ടിലായിരുന്നു ഈ കുട്ടി ജനിച്ചത്.
എന്നതിനാലും ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ വേപ്പിന് പ്രത്യേക കഴിവുണ്ടെന്ന വിശ്വാസത്താലും കുട്ടിയുടെ സംരക്ഷണാർത്ഥം സീതാദേവി ആ കുഞ്ഞിനെ നിമായി എന്ന് പേരിട്ടു. അദ്വൈത ആചാര്യരുടെ പത്നിയായിരുന്നു ശ്രീമതി സീതാദേവി. സ്വർണവർണ്ണത്തിൽ ശോഭിക്കുന്ന ആ കുമാരൻ്റെ അംഗലാവണ്യം കണ്ട നിമിഷം തന്നെ ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് ഭക്തി ശിരോമണിയായ ആ മാതാവ് തിരിച്ചറിഞ്ഞു. ഗ്രഹണ സമയത്ത് ഗംഗാനദിയിൽ ഇറങ്ങി നിന്ന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് നവദ്വീപിലെ വിശ്വാസികളുടെ പതിവായിരുന്നു. അന്നേ ദിവസം ജനങ്ങളെല്ലാം അത്യുച്ചത്തിൽ ഹരിനാമം ജപിച്ചുകൊണ്ടിരുന്നു. ഇത്തരത്തിൽ നവദ്വീപം മുഴുവൻ ഹരിനാമ മന്ത്രങ്ങളാൽ മുഖരിതമായിരുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഗൗരഹരി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ഭഗവാൻ തൻ്റെ കറുത്ത വർണ്ണം വെടിഞ്ഞ് മറ്റൊരു രൂപത്തിൽ ഗൗരാംഗനായി സ്വർണ്ണ നിറത്തോടുകൂടി രാധാറാണിയുടെ നിറവും രാധാറാണിയുടെ ഭാവവും സ്വീകരിച്ചുകൊണ്ട് അവതരിച്ചിരിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ മാതാവിൻ്റെ അച്ഛനായിരുന്നു നീലാംബര ചക്രവർത്തി. പ്രഗത്ഭനായ ജ്യോതിഷിയായിരുന്നു അദ്ദേഹം. തൻ്റെ ചെറുമകൻ്റെ ജാതകം ഗണിച്ചപ്പോൾ ഈ ശിശു സാക്ഷാൽ പുരുഷോത്തമനായ പൂർണ്ണരൂപി ഭഗവാൻ തന്നെയാണെന്ന് വിസ്മയത്തോടെ മനസ്സിലാക്കി. എങ്കിലും പരമരഹസ്യം മനസ്സിലാക്കി അത് ഗോപ്യമായി വെച്ചു. പ്രപഞ്ചത്തെ മുഴുവൻ പരിരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ആ കുഞ്ഞിനെ വിശ്വംഭരൻ എന്ന് നാമകരണം ചെയ്തു. എങ്കിലും നിമായി എന്ന പേരും കൂടെ തന്നെ തുടർന്നിരുന്നു. ബാലനായ നിമായിയെ അളവറ്റ വാത്സല്യത്തോടെയാണ് അയൽവാസികളായ സ്ത്രീകൾ സ്നേഹിച്ചിരുന്നത്. അവരെ സദാസമയവും ഭഗവത് നാമം ജപിപ്പിക്കാനായി നിമായി ഒരു കുസൃതി ഒപ്പിച്ചിരുന്നു. കുട്ടി നിർത്താതെ കരയാൻ തുടങ്ങും. സ്ത്രീകൾ ഓടി വന്ന് ഹരി ഹരി എന്ന് ഉച്ചത്തിൽ നാമം ജപിച്ചാൽ മാത്രമേ നിമായി കരച്ചിൽ നിർത്തുകയുള്ളൂ. ഇങ്ങനെ അയൽക്കാരെ കൊണ്ട് പകൽ മുഴുവൻ ഹരിനാമം ജപിപ്പിച്ചും കൊണ്ടിരുന്നതിനാൽ ജഗന്നാഥ മിശ്രൻ്റെ ഭവനം എപ്പോഴും ഭഗവത് നാമങ്ങളാൽ മുഖരിതമായിരുന്നു. 8ാം വയസ്സിൽ അദ്ദേഹത്തെ മായാപൂരിനടുത്തുള്ള ഗംഗാനഗരത്തിലെ ഗംഗാദാസ് പണ്ഡിതൻ്റെ ഗുരുകുലത്തിൽ ചേർത്തു. 10 വയസ്സ് കഴിഞ്ഞതോടെ ചൈതന്യൻ വ്യാകരണം, അലങ്കാരശാസ്ത്രം, സ്മൃതി, ന്യായശാസ്ത്രം എന്നിവയിൽ സാമാന്യം ഒരു നല്ല പണ്ഡിതനായി മാറിയിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ വിശ്വരൂപൻ വീട് വിട്ട് സന്യാസാശ്രമം സ്വീകരിച്ചിരുന്നു. 15 വയസ്സുള്ളപ്പോഴാണ് മഹാപ്രഭു നാദിയ നിവാസി തന്നെയായ വല്ലഭാചാര്യരുടെ മകളായ ലക്ഷ്മി ദേവിയെ വിവാഹം കഴിച്ചത്. ലക്ഷ്മിയുടെ വിയോഗത്തിന് ശേഷം രണ്ടാമത് വിഷ്ണുപ്രിയയെയാണ് പരിണയിച്ചത്. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തൻ്റെ ഒട്ടേറെ ശിഷ്യന്മാരൊത്ത് ഗയയിലേക്ക് യാത്ര ചെയ്തതും അവിടെ പ്രസിദ്ധനായ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനും ഒരു വൈഷ്ണവ സന്യാസിയുമായ ഈശ്വരപുരിയിൽ നിന്ന് തൻ്റെ ആത്മദീക്ഷ സ്വീകരിച്ചതും. നാദിയയിലെ അദ്വൈതാചാര്യരുടെ സ്ഥലമായ ശാന്തിപൂർ ഉത്സവ ദൃശ്യങ്ങളാണിത്. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം 23 വയസ്സ് തൊട്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപമായിരുന്നു താമസം. വിഷ്ണുപ്രിയ ദേവി ഇവിടെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ്. നവദ്വീപിലെ ഓരോ ദ്വീപും വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. അവിടെയെല്ലാം ഭഗവാന്റെ ലീലകൾ നടന്നിരിക്കുന്നു. നവദ്വീപ് ധാമസ്മരണയിലൂടെ എല്ലാ പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത ഫലം ഒരാൾക്ക് നേടാനാകും. ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇന്ന് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരുടെ കാരുണ്യത്താൽ ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുന്നു.
കലിയുഗം അധർമ്മങ്ങളുടെയും അനർത്ഥങ്ങളുടെയും കാലമാണ്. അതിൽ ഒരേ ഒരു ഗുണമായിട്ടുള്ളത് ഹരിയുടെ നാമം. ഇതിലൂടെ പരമപദം പ്രാപിക്കാൻ സാധ്യമാകുമെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു. ശിക്ഷാഷ്ടകവും ബ്രഹ്മസംഹിതയും തന്നു. അചിന്ത്യ അഭേദ ഭേദതത്വം നമ്മളെ പഠിപ്പിച്ചു. ഞാൻ തന്നെയാണ് കൃഷ്ണനും രാമനും എന്ന് കാണിച്ചു കൊടുക്കുന്ന ഷഡ്ഭുജ രൂപത്തിലുള്ള ഭഗവാന്റെ രൂപവും തൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത ഭക്തന്മാർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു കാണിച്ചു കൊടുത്തു. 48-ാം വയസ്സിലാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിനടുത്തുള്ള തോട്ട ഗോപിനാഥ ക്ഷേത്രത്തിലായിരുന്നു തിരോഭാവ ലീല നടന്നത്. അനന്തമായി കിടക്കുന്ന മഹിമകളും ലീലകളും അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ജയ് ശ്രീ രാധേ രാധേശ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.